കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന ആരാണ്? കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത് CV രാമൻപിള്ളയാണ്. കേരള സ്കോട്ട് ആരാണ്? CV രാമൻപിള്ളയാണ്. അതുപോലെ തന്നെ കേരള തുളസീദാസ് ആരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ് തുളസീദാസ രാമായണം രചിച്ചത് കേട്ടോ. തുളസീദാസ രാമായണം എഴുതിയതാരാണ്? വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പാണ്. കേരള സൂർദാസ് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പൂന്താനം നമ്പൂതിരിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരിയാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ശ്രീനാരായണ ഗുരുദേവനാണ്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ കേരള എബ്രഹാം ലിങ്കൺ ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള നെപ്പോളിയൻ ആരാണെന്നറിയുമോ? കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു ആരാണ്? കുമാര ഗുരുദേവൻ അല്ലെങ്കിൽ പൊയ്കയിൽ യോഹന്നാൻ. കേട്ടോ. അതുപോലെ തന്നെ കേരള എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നതാണ് പണ്ഡിറ്റ് കറുപ്പനാണ്. കേരള ഭാസ്കരാചാര്യൻ ആരാണ്? കേരള ഭാസ്കരാചാര്യനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി. കേരള ഭാസ്കരാചാര്യൻ എന്നറിയപ്പെടുന്ന ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന ആരാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. കേരള ഗാന്ധി ആരാണ്? കെ കേളപ്പനാണ്. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന ആരാണ്? കെ കേളപ്പനാണ്. അതുപോലെ തന്നെ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനെയാണ്. അതുപോലെ മയ്യഴി ഗാന്ധി ആരാണ്? IK കുമാരൻ മാസ്റ്ററാണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ദുഷ്യന്തൻ കേശവൻ സിംഹം എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? C കേശവനാണ്. പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെടുന്ന ആരാണ്? AK ഗോപാലനാണ്. പുലേരാജ എന്നറിയപ്പെടുന്ന ആരാണ്? അയ്യങ്കാളിയാണ്. പുലേരാജ എന്നറിയപ്പെടുന്ന അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയെ ആദ്യമായിട്ട് പുലേരാജ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഗാന്ധിജിയാണ് കേട്ടോ. അതുപോലെ തന്നെ പ്രഥമ വില്ലുവണ്ടി പുരസ്കാര ജേതാവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വേടൻ. പ്രഥമ വില്ലുവണ്ടി പുരസ്കാര ജേതാവാരാണ്? വേടൻ. അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? ഹിരൺദാസ് മുരളി.